വെൽക്കം ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ ഒന്ന് തൊട്ടറിഞ്ഞ് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു മിനിസ്റ്റേഴ്സ്, ഗവർണേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇനിയിപ്പോൾ ഏതൊക്കെ ലെവലിൽ പഠിക്കാനുണ്ടാവും എന്നുള്ളത് അല്ലേ. അപ്പോൾ ജി കെയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ CUT എക്സാമിന് വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാ എക്സാമിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു യൂസ്ഫുൾ വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചിലതിനൊക്കെ ഞാൻ എന്തായാലും ഒരു ടിപ്പ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരാം, യൂസ്ഫുൾ ആവുമോ എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്സ് ഒക്കെ അറിയുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ബേസിക്കലി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തായിരിക്കും ഈ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത്, അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു മെയിൻ അധികാരിയായിട്ട് വരുന്നവരായിരിക്കും എന്ത് പറയുന്നത്, ചീഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗവർണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഈ നോക്കുന്ന സമയത്ത് ഇത് എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞൊരു മക്കളെന്ന രീതിയിൽ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു നോളജ് തന്നെയാണ് എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. സോ നമുക്കറിയാം ഒബ്വിയസ്ലി നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ആരാണ്, പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു പ്രൈം മിനിസ്റ്ററെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളിലും അത്രയും ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ഒരു ഇതായിരിക്കാം, അതുപോലെ തന്നെ എന്താണ് എല്ലാ ആസ്പെക്റ്റിലും നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാൾക്ക് തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ, ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ രാജ്യം എടുക്കുന്ന സമയത്ത്, ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന സമയത്തും ആ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കില്ലേ. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിൻ്റെമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അമെൻമെൻറ്റ് കൊണ്ടുവരാനും എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാനുകൾ ഉണ്ടാക്കാനൊക്കെ ഒരാളുണ്ടാവുക ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു രാജ്യം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിൻ്റെ നെടും തൂണാണെന്ന് പറയുന്നത് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് നോക്കാം. അതുപോലെ തന്നെ ഡിഫൻസ് നോക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് ഫിനാൻസ് നോക്കാം അല്ലേ. അപ്പോൾ ഒരു പ്രൈം മിനിസ്റ്ററെ സംബന്ധിച്ചോളം ഇത്രയും ഏരിയാസിൽ പോയിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എപ്പോഴും എന്താണ് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറ്റിക്കോണമെന്നില്ല, ഒരാൾക്ക് തന്നെ പറ്റിക്കോണമെന്നുണ്ടാവില്ല അല്ലേ. പറ്റും കേട്ടോ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് പറ്റുന്നുണ്ടാവും. പക്ഷെ എന്താണ് എല്ലാ മേഖലകളിലും എന്താണ് ഒരു ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഒരാൾ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും, സെപ്പറേറ്റ് ഒരാൾ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ മിനിസ്റ്റേഴ്സിനെ നിയോഗിക്കുന്നുണ്ടാവും. ഇപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തൊരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തൊരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും, ഡിഫൻസിനെ റിലേറ്റ് ചെയ്തൊരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫിനാൻസിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്താണ് എത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും ഒരേ സമയം അല്ലേ. അപ്പോൾ ഇത്തരം മിനിസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മിനിസ്റ്റേഴ്സ് ആണ് ആക്ച്വലി എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും, അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ബേസിക്കലി എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ഐഡിയ. സോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ചിലതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഫൈൻ. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ഹു ഈസ് ദ അഗ്രികൾച്ചർ ആൻഡ് ദി ഫാമേഴ്സ് വെൽഫെയർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക, അതുപോലെ തന്നെ ഫാമേഴ്സ് വെൽഫെയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിനിസ്റ്ററായിട്ട് ആരാണ് വരുന്നത്, ഇതിൻ്റെ മിനിസ്റ്ററായിട്ട് ഏത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ അണ്ടറിലുള്ള ഏത് മിനിസ്റ്ററാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, രാജ്നാഥ് സിംഗ് ആണ്. ബി എന്ന് പറയുന്നത് സർബാനന്ദ് സോനോവാലാണ്. സി എന്ന് പറയുന്നത് അർജുൻ മുണ്ടയാണ്. ഡി എന്ന് പറയുന്നത് അനുരാഗ് സിംഗ് തങ്കൂർ ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, അർജുൻ മുണ്ടയാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഞാൻ ഓർത്ത് വെക്കാൻ ചെറിയൊരു ടിപ്സ് പറഞ്ഞുതരാം. ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ അർജുൻ, അതൊന്ന് ആലോചിച്ച് നോക്കുക. അഗ്രികൾച്ചർ അർജുൻ അതൊന്ന് ആലോചിച്ച് നോക്കുക. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്, എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഹു ഈസ് ദി ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ നേരത്തെ അഗ്രികൾച്ചറൊക്കെ നോക്കുകയാണെങ്കിലും ബേസിക്കലി എന്തായിരിക്കും അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഫാമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ്, പിന്നെ ഹെൽത്ത് കെയർ, ഇതൊക്കെയായിരിക്കും ബേസിക്കലി അവിടെ നോക്കുന്നുണ്ടാവുക അല്ലേ. നമ്മളിപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്താ പറയുക അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഫാമേഴ്സിൻ്റെ ഒരുപാട് ബില്ലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ തീരുമാനം എടുക്കാൻ ഉത്തരവാദിത്തമുള്ളത് ആരായിരിക്കും? അതിൻ്റെ ഒരു മിനിസ്റ്റർ ആയിട്ടുള്ള അർജുൻ മുണ്ടയ്ക്ക് തന്നെ ആയിരിക്കും അല്ലേ. അദ്ദേഹം ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ കയ്യിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്താണ്? ഹു ഈസ് ദി ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ചോദിക്കുന്നത്. ഡിഫൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ആണ് അല്ലേ. നമ്മൾ ഏതൊരു രാജ്യം എടുക്കുകയാണെങ്കിലും വേറൊരു രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും എന്ത് ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്രമണത്തിൽ നിന്നും ഒരു രാജ്യത്തെ കവർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള മിനിസ്റ്റർ ആരായിരിക്കും? ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻസ് നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? എ എന്ന് പറയുന്നത് സ്മൃതി ജുബിൻ ഇറാനിയാണ്, ബി എന്ന് പറയുന്നത് രാജ്നാഥ് സിംഹയാണ്, അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവാണ്, ഡി എന്ന് പറയുന്നത് സർബനാഥ് സോനോവാലാണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, രാജ്നാഥ് സിംഹയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഇസ് ദി വിമൻ ആൻഡ് ദി ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? വിമൻ്റെയും അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റും നമുക്കറിയാം. നമ്മുടെ ഈ ഇന്ത്യൻ കൾച്ചറൊക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താണ് അടിച്ചു താഴ്ത്തപ്പെട്ടിട്ടുള്ളൊരു വിഭാഗമായിരുന്നു അല്ലേ. പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ വിമൺ ആണെങ്കിലും അതുപോലെ തന്നെ ചൈൽഡിൻ്റെ അല്ലേ ഒരുപാട് ഭ്രൂണഹത്യകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും എന്താണ് നമ്മുടെ പണ്ടത്തെ ഒരു ഇന്ത്യ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ അത് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിലെന്താണ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ് വിമൻ എംപവർമെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അവരുടെ ഹെൽത്ത്, മെറ്റേണിറ്റി ആൻഡ് ഇത് ചൈൽഡ് ഹെൽത്ത് ഒക്കെ നോക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റി, ഇതൊക്കെ എന്തായിരിക്കും ബേസിക്കലി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിസ്റ്റർ ആരായിരിക്കും? ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്മൃതി ജുബിൻ ഇറാനിയാണ്, ബി എന്ന് പറയുന്നത് തേജസ്വിനി സാവന്ത് ആണ്, അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് സാമന്ത് റത്ത് പ്രഭു ആണ്, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് എന്താണ് സർബനാഥ് സോനോവാളാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ സ്മൃതി ജുബിൻ ഇറാനിയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഈസ് ദി റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മിനിസ്റ്റർ ആൻഡ് ദി പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പഞ്ചായത്ത് രാജ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? പഞ്ചായത്ത് രാജ് സോ നമ്മുടെ +2 ലെവലൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും, ചിലർക്ക് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ സബ്ജക്റ്റ് വേറെ ആയതുകൊണ്ട് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഇക്കണോമിക്സിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിനെ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. 1993 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുന്നത്. ബേസിക്കലി ഒന്നുമില്ല, ഇവിടെ ആക്ച്വലി ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഇന്ത്യൻ്റെ കേസ് എടുക്കുന്ന സമയത്ത്, ഒരു കൺട്രീൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഡെവലപ്മെൻറ്റ് വരേണ്ടത് ശരിക്കും ബോട്ടം ലെവലിൽ നിന്നായിരിക്കണം എന്നാണ് ആക്ച്വലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് വൈസായിട്ട് എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ എന്താണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുക, ആ രീതിയിൽ എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കിയെന്ന് വിചാരിക്കാം. നിയമമല്ല, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, സെൻട്രൽ ലെവലിൽ നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നിട്ടുള്ള ആ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഏറ്റവും ലോക്കൽ ലെവലിലേക്ക് നമ്മളിലേക്ക് എത്തണമെങ്കിൽ എത്ര ടൈം എടുക്കും എന്നുള്ള ആലോചിക്കുക. പലപ്പോഴും എന്താണ് നമുക്ക് കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്കും അത് വരാം. കാരണം എന്താ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ആളുകളായിട്ട് കൈമാറ്റം ചെയ്ത് വരുമ്പോഴത്തേന് എന്താണ് പലപ്പോഴും അത് ഉൾവലിയപ്പെടും അല്ലേ. പലപ്പോഴും എന്താണ് ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് അതിന് അർഹതയുള്ള ആളുകളിലേക്ക് അത് എത്താതെ പോകൂലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം നടപ്പിലാക്കിക്കൊണ്ട് കാര്യമില്ല, മറിച്ച് ബോട്ടം ടു ടോപ്പാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്? അധികാരം നടപ്പിലാക്കേണ്ടത്. ദാറ്റ് മീൻസ് ഡീസെൻട്രലൈസ് ചെയ്യപ്പെടാന്നുള്ളതാണ്. ഓരോ വില്ലേജിനെയും വളരെയധികം എന്താണ് ഇൻഡിപെൻഡൻ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ കാണുന്ന പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ഇതൊക്കെ എന്താണ് ബേസിക്കലി പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോക്കാം, ഇപ്പം എന്താണ് നമ്മുടെ ഒരു പഞ്ചായത്ത് എടുക്കുന്ന സമയത്ത് എന്താണ് ആക്ച്വലി അവിടെ വീടുകളില്ലാത്തവർക്ക് എന്താണ് ഒരുപാട് സ്കീം വഴി എന്താണ് നമ്മൾ വീട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സെൻട്രലൈസ് ചെയ്ത് വരുന്ന സമയത്ത് എന്താണ് സെൻട്രലൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് ആക്ച്വലി, പക്ഷേ അത് നടപ്പിലാക്കി വരുന്നത് എന്താണ് പഞ്ചായത്ത്, ഏറ്റവും ലോക്കൽ ലെവലിൽ നമ്മുടെ തൊട്ടടുത്തുനിന്നാണ് ആക്ച്വലി അത് നടപ്പിലാക്കി വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം തന്നെയാണ് കേട്ടോ, അത് ഏറ്റവും മനസ്സിലാക്കിയേക്കാം. എന്നാൽ നടപ്പിലാക്കി വരുന്നത് എന്താണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും വീട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് പോയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓരോ വീടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഗ്രാസ് റൂട്ട് ലെവൽ എന്താണ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് വന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
ജില്ലാ പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ വില്ലേജ് പഞ്ചായത്ത്, ആ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പഞ്ചായത്തുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വിഘടിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ആക്ച്വലി എന്താണ് ഇതൊക്കെ പഞ്ചായത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളിലേക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റും അവരുടെ കൂടുതൽ വെൽഫെയറും അവർക്ക് കൂടുതൽ എന്താണ് ഗ്രോത്തും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഗാന്ധിജിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും പഞ്ചായത്ത് രാജ് ആണെങ്കിലും എപ്പോഴും ഡെവലപ്മെൻറ്റിനെ കണക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിൻ്റെ മിനിസ്റ്ററായിട്ട് ആരാ വരുന്നത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് അനുരാഗ് സിംഗ് തൻകൂർ ആണ്, ബി എന്ന് പറയുന്നത് ഹർദീപ് സിംഗ് പൂരിയാണ്, സി എന്ന് പറയുന്നത് ഗിരിരാജ് സിംഗ് ആണ്, ഡി എന്ന് പറയുന്നത് സർബനാഥ് സോനോവാലാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗിരിരാജ് സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു രാജുണ്ട്, ഗിരിരാജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു രാജുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാം, ഗിരിരാജ് പഞ്ചായത്ത് രാജ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ദെൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി, ഈ പഞ്ചായത്ത് രാജ് ആണെങ്കിലും ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ബേസിക്കലി എന്താണ് ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. പഞ്ചായത്ത് രാജും എന്താണ് ഡെവലപ്മെൻ്റ് ആണ്. ആക്ച്വലി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒബ്വിയസ്ലി ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഡെവലപ്മെൻറ്റ് സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും എന്താണ് പഞ്ചായത്ത് രാജ് ഓർമ്മ വരട്ടെ. പഞ്ചായത്ത് രാജ് ബിക്കോസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ അല്ലെങ്കിൽ ബോട്ടം അപ്പ് ലെവലിലേക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനാണ് പഞ്ചായത്ത് രാജ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുക. ദെൻ പഞ്ചായത്ത് രാജ് എന്ത് ചെയ്യുക, ഗിരിരാജായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ഡെവലപ്മെൻറ്റ് വിത്ത് പഞ്ചായത്ത് രാജ് എന്ത് ചെയ്യുക, അതിന് ഗിരിരാജായിട്ട് കണക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ശരിക്കും നല്ല അടി തരും. കാരണം ഇത്രയും ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ ഫൈൻ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്, ഹു ഈസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ആൻഡ് ദ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഓഫ് ഇന്ത്യ? ഫിനാൻസ് മിനിസ്റ്റർ ആരാടാ ഇന്ത്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരാ? ഒബ്വിയസ്ലി നമുക്കറിയാമല്ലോ, നിർമ്മല സീതാറാമാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് പറയുന്നത് നിർമ്മല സീതാറാം എന്ന് പറയുന്നത്. സോ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അത്രയും എന്താണ് നമുക്കറിയാം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം വന്നിട്ടുള്ള ഒരു പവർഫുൾ ലേഡി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് പേപ്പർലെസ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹമാണെന്ന് പറയുന്നത് നമ്മുടെ നിർമ്മല സീതാറാം എന്ന് പറയുന്നത്. സോ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചിലതൊക്കെ ഞാൻ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ പ്ലിങ്ക ആ രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡൊക്കെ അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു.